വെൽക്കം ടു ഓൾ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ട്രീറ്റ്മെന്റ് ഓഫ് സ്പെഷ്യൽ ഐറ്റംസ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് കുറച്ച് എക്സ്പെൻസുകളുടെ ട്രീറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത് റിസർച്ച് കോസ്റ്റ് ആണ്. റിസർച്ച് കോസ്റ്റിന് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്. ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചാണ് അതിന്റെ കോസ്റ്റിന്റെ ട്രീറ്റ്മെന്റും ഡിഫറെന്റ് ആയിരിക്കും. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ബേസിക് റിസർച്ച് ആണ്. ബേസിക് റിസർച്ച് ഉണ്ട്, അപ്ലൈഡ് റിസർച്ച് ഉണ്ട്. ഈ രണ്ടിന്റെയും ബേസിലാണ് ട്രീറ്റ്മെന്റും ഡിഫർ ആയിരിക്കും. ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഏതെങ്കിലും ഒരു പുതിയ ഐഡിയ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ച് ആണ് എന്ത് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അഡ്വാൻസ്മെന്റ് ഓഫ് നോളേജ് ആണ് എന്ത് ബേസിക് എയും എന്ന് പറയുന്നത്. ഈ ബേസിക് എന്തെങ്കിലും പുതിയ മെത്തേഡ് കണ്ടുപിടിക്കാൻ, പ്രൊഡക്ഷൻ രീതികൾ ഐഡന്റിഫൈ ചെയ്യാൻ, പുതിയ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചിന് വരുന്ന കോസ്റ്റ് നമ്മൾ ഫാക്ടറി ഓവർഹെഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഏത് പീരീഡിലാണ് അത് ഇൻകർ ചെയ്തത് അക്കൊല്ലത്തെ ഫാക്ടറി ഓവർഹെഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അക്കൊല്ലം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റിന്റെ മുകളിൽ അത് ചാർജ് ചെയ്യും. അതായത് ഇത് പ്രൊഡക്റ്റിന്റെ മുകളിൽ അബ്സോർബ് ചെയ്യും. അക്കൊല്ലം തന്നെ വി വിൽ ചാർജ് ടു ദ P&L account and it will absorb, അതായത് we will charge to the cost units and it will be absorbed by product cost. അതായത് 1,00,000 രൂപ ബേസിക് റിസർച്ചിന് ചെലവായിട്ടുണ്ടെങ്കിൽ ആ 1,00,000 രൂപ എന്ത് ചെയ്യും അക്കൊല്ലം പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റിന്റെ കോസ്റ്റിനോട് ആഡ് ചെയ്യും. അതായത് ഒരു കൊല്ലം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു 1,00,000 രൂപ ചെലവായിട്ടുണ്ട്. നമ്മള് 20,000 പ്രൊഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. നമുക്കൊരു ബേസിക് റിസർച്ചിന്റെ എക്സ്പെൻസ് ഒരു 1,00,000 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ 1,00,000 ഈ 1,00,000 കൂടി ആഡ് ചെയ്യും. അപ്പൊ 2,00,000 ആയിരിക്കും നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. എന്നിട്ട് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കിട്ടാൻ 2,00,000 ഡിവൈഡഡ് ബൈ 20,000 ചെയ്യും. അപ്പൊ എന്ത് കിട്ടും 10 രൂപ വെച്ചിട്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റിന് കിട്ടും. നേരത്തെ ഈ ബേസിക് റിസർച്ചിന്റെ ഇൻവോൾവ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും 5 രൂപ ഉണ്ടാവുള്ളൂ. അപ്പൊ അതെന്തോ പ്രൊഡക്റ്റ് തന്നെ ആ കോസ്റ്റ് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ വി വിൽ ചാർജ് ഇറ്റ് ആസ് ഫാക്ടറി ഓവർഹെഡ്. നെക്സ്റ്റ് വരുന്നത് അപ്ലൈഡ് റിസർച്ച് ആണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് വേറെ രീതിയിലാണ്. ഈ അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ കറന്റ് പ്രോബ്ലം ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന റിസർച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഈ അപ്ലൈഡ് റിസർച്ചിന്റെ കോസ്റ്റ് ഒരു എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും ഫാക്ടറി ഓവർഹെഡ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. നമ്മൾ അത് എന്ത് ചെയ്യും കൊല്ലം ഇൻകർ ചെയ്ത കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് അത് പ്രൊഡക്റ്റിന്റെ മുകളിൽ ചാർജ് ചെയ്യും. പക്ഷെ അതല്ല ഒരു പുതിയ ഇപ്പോ കറന്റ് പ്രോബ്ലം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കറന്റ്ലി മറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ എന്താണ് പുതിയ മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്ത കാരണം അത് സെർച്ച് ചെയ്യുന്ന വേണ്ടിയിട്ട് ആ ഒരു പുതിയ മെത്തേഡ് എന്നുള്ള പ്രോബ്ലം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകർ ചെയ്ത കോസ്റ്റ് ആണെങ്കിൽ അതെന്താണ് അത് ഫ്യൂച്ചർ പീരീഡിനും കൂടി ബെനിഫിറ്റഡ് ആവുന്നതാണ്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യും റിട്ടേൺ ഓഫ് ചെയ്യണം. ഇക്കൊല്ലാണ് ആ കോസ്റ്റ് ഇൻകർ ചെയ്തെങ്കിൽ നമ്മൾ ഇക്കൊല്ലം തന്നെയല്ല മൊത്തം അത് ചാർജ് ചെയ്യുക. വി വിൽ അമോർട്ടൈസ്ഡ് ഇറ്റ്. അതൊരു 5 കൊല്ലോ 6 കൊല്ലോ കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചാർജ്. 1,00,000 ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 കൊല്ലം നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്യും. 10 കൊല്ലം അപ്പൊ 10,000 രൂപ വെച്ചിട്ടാണ് ഓരോ കൊല്ലം നമ്മൾ എന്ത് ചെയ്യുന്നു എക്സ്പെൻസിലേക്ക് ചാർജ് ചെയ്യും. നമ്മൾ ഈ പ്രിലിമിനറി എക്സ്പെൻസ് ഒക്കെ റിട്ടേൺ ഓഫ് ചെയ്യില്ലേ, അപ്പൊ ഓരോ കൊല്ലം നമ്മൾ ചാർജ് ചെയ്യും. ആ ചാർജ് ചെയ്ത എമൗണ്ട് P&L കാണിക്കും, ബാക്കിയുള്ളത് അസറ്റ് ആയിട്ട് കാണിക്കുകയാണ് ചെയ്യുക. കാരണം എന്താണ് ഈ കോസ്റ്റ് ഈ പുതിയ മെത്തേഡ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത കൊല്ലം അത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബെനിഫിറ്റ് ദ ഫ്യൂച്ചർ പീരീഡ്. ഇനിയിപ്പോ ഒരു കസ്റ്റമർക്ക് വേണ്ടി മാത്രം ഇൻകർ ചെയ്താൽ അയാൾ പറഞ്ഞൊരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻകർ ചെയ്ത റിസർച്ചിന്റെ കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ കസ്റ്റമർക്ക് മാത്രമാണത് ചാർജ് ചെയ്യുക. ക്ലിയർ ആയല്ലോ. ഇനി ഡെവലപ്മെന്റ് കോസ്റ്റ് പറഞ്ഞാൽ ഈ റിസർച്ച് കോസ്റ്റ് തന്നെയാണ്. ഡെവലപ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു റിസർച്ച് തന്നെയാണ്. അത് നമ്മൾ റിസർച്ച് കോസ്റ്റ് ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചാർജ് നടത്തുക. നെക്സ്റ്റ് വരുന്നതാണ് പ്രിലിമിനറി എക്സ്പെൻസ്. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിന്റെ ഇൻകോർപ്പറേഷന് മുമ്പ് പ്രൊമോട്ടേഴ്സിനും ബിസിനസ്സിനും പ്രൊമോട്ടേഴ്സിന് ഇൻകർ ചെയ്ത കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്
പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദോസ് എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് ബൈ പ്രൊമോട്ടേഴ്സ് ഓഫ് ദ കമ്പനി ബിഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഈ ലീഗൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫീസ്, അല്ലെങ്കിൽ ലോഗോ ഡിസൈനിങ്, പ്രിന്റിംഗ് കോസ്റ്റ്, രജിസ്ട്രേഷൻ ഫീസ്, സ്റ്റാമ്പ് ഡ്യൂട്ടീസ്, അതൊക്കെയാണ് എന്ത് വരിക, പ്രിലിമിനറി എക്സ്പെൻസിനകത്ത് വരുന്നത്. ഈ പ്രിലിമിനറി എക്സ്പെൻസ് നമുക്കറിയാം, നമ്മളെല്ലാവരും പരിചിതമാണ്. എന്താണ് അത്, ഒരുപാട് ഈ കമ്പനീസ് ഫോം ചെയ്യാൻ വേണ്ടി ഇൻകർ ചെയ്ത കോസ്റ്റ് ആണ്. അപ്പൊ അതെന്താണ്, ഫ്യൂച്ചർ ഇയേഴ്സിലും കൂടി അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതെന്താണ്, നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊരു ഫിക്ടീഷ്യസ് അസറ്റിന് എക്സാമ്പിൾ ആണ്. ആക്ച്വലി പ്രിലിമിനറി എക്സ്പെൻസ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നില്ല. ഇറ്റ് വിൽ ബി ഷോൺ ഓൺലി, അല്ലെങ്കിൽ ഇറ്റ് വിൽ കൺസിഡർ ഓൺലി ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് ആയിട്ട്, അതായത് ഇത് പ്രൊഡക്ഷനുമായിട്ട് ബന്ധമില്ല. സോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇതിന് എന്തില്ല, ട്രീറ്റ്മെന്റ് ഇല്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എക്സ്ക്ലൂഡഡ് ഫ്രം കോസ്റ്റ് അക്കൗണ്ടിങ്. പക്ഷെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യും, ഒരു 5-6 കൊല്ലം കൊണ്ട് ഇത് എന്ത് ചെയ്യും, റിട്ടേൺ ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, റെക്ടിഫിക്കേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. റെക്ടിഫിക്കേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, നമ്മൾ ചില യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, കുറച്ച് യൂണിറ്റ്സ് ഡിഫക്റ്റീവ് ആയിരിക്കും. ഈ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള ക്വാളിറ്റീസും സ്പെസിഫിക്കേഷൻസും മീറ്റ് പ്രൊഡക്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെക്ടിഫിക്കേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, റീവർക്ക് ചെയ്യണം. അതായത് നമ്മളത് സെയിലബിൾ കണ്ടീഷനിലേക്ക് ആക്കാൻ പറ്റും. കുറച്ചും കൂടി മെറ്റീരിയൽസോ ലേബറിനൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് വി ക്യാൻ മേക്ക് ഇറ്റ് ഗുഡ് പ്രൊഡക്റ്റ്. അങ്ങനെ ആ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റിനെ ഗുഡ് പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെക്ടിഫിക്കേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റിനെ ക്വാളിറ്റി പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻകർ ചെയ്യുന്ന അഡീഷണൽ കോസ്റ്റ് ആണ് എന്ത്, റെക്ടിഫിക്കേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ റെക്ടിഫിക്കേഷൻ ഓഫ് ഡിഫക്റ്റീവ് ആണ്. അപ്പൊ എന്താണ് ഈ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദോസ് വിച്ച് ഫെയിൽ ടു കംപ്ലൈറ്റ് വിത്ത് ദ നോംസ് റിലേറ്റിംഗ് ടു ക്വാളിറ്റീസ് ആൻഡ് സ്പെസിഫിക്കേഷൻ. ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന് വേണ്ട സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്യാത്ത പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫക്റ്റീവ് ഗുഡ്സ് എന്ന് പറയുന്നത്. അത് റിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്തിട്ട് അത് ഗുഡ് പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടി ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ആണ് എന്ത്, റെക്ടിഫിക്കേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. നോർമലി എന്താണ് ഇപ്പോ ട്രീറ്റ്മെന്റുകൾ എങ്ങനെയാന്ന് വെച്ചാൽ, ഈ റെക്ടിഫിക്കേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഇത് ഇന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ഈ ഡിഫക്റ്റീവ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേഷന്റെ കുറവ് കാരണമാണ് ഇത് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് അല്ലെങ്കിൽ ഈ ജോബ് കാരണമാണ്, അല്ലെങ്കിൽ ഈ പ്രത്യേക പ്രോസസ്സിൽ വന്ന ഡിഫോൾട്ട് കാരണമാണ് ഈ ഡിഫക്റ്റീവ് ഇൻകർ ചെയ്തത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് നോർമൽ ആൻഡ് ഇറ്റ് ഈസ് ഐഡന്റിഫയബിൾ വിത്ത് ദ ജോബ്സ്, വി വിൽ ചാർജ് ഇറ്റ് ടു ദ പെർട്ടിക്കുലർ ജോബ് ഓർ ഡിപ്പാർട്ട്മെന്റ്. ഏത് ഡിപ്പാർട്ട്മെന്റ് കാരണമാണോ അത് ഇൻകർ ചെയ്തത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യും. അതിനൊരു കണ്ടീഷൻ ഉണ്ട്, അത് നോർമൽ ആയിട്ട്, അത് സാധാരണ ഇൻകർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലോസ് ആയിരിക്കും. ഇനി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഇത് ഇൻകർ ചെയ്തിരിക്കുന്നത് നോർമൽ ലോസ് തന്നെയാണ്, നോർമലി ഉണ്ടാകുന്നതാണ്. ഒരു 100 പ്രൊഡ്യൂസ് ചെയ്ത 5 ഡിഫക്റ്റീവ് ആവുക എന്നുള്ളത് നോർമൽ തന്നെയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഏത് പ്രോസസ്സിന്റെ തെറ്റ് കാരണമാണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് കാരണമാണ്, ഏത് ജോബ് കാരണമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, we will treated it as general overhead. അത് നമ്മൾ എന്ത് ചെയ്യും, ഫാക്ടറി ഓവർഹെഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ മൊത്തം പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ മൊത്തം ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റിലേക്ക് ചാർജ്, അതായത് ഓവറോൾ ഓർഗനൈസേഷന്റെ കോസ്റ്റിലേക്ക് ചാർജ് ചെയ്യാണ് ചെയ്യുക. ഇനി എന്താണ് അബ്നോർമൽ നേച്ചറിലാണെങ്കിൽ, അതായത് വല്ല അബ്നോർമൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ഓഫ് റോ മെറ്റീരിയലിന്റെ ക്വാളിറ്റി, അങ്ങനെയുള്ള കാരണം കാരണം, അത് അബ്നോർമൽ റീസൺ കാരണമാണ് അത് അറൈസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നത് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചാർജ് ചെയ്യുക. അപ്പോൾ ഇതാണ് നോർമൽ ആൻഡ് ഐഡന്റിഫയബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പെർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് ചാർജ് ചെയ്യും. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് ജനറൽ ഓവർഹെഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അബ്നോർമൽ നേച്ചർ ഉള്ള സംഭവമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റിംഗ് P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ റിസർച്ച്, ബേസിക് റിസർച്ചും ഉണ്ട്, അപ്ലൈഡ് റിസർച്ച്. ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, നോളേജ് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ രീതിയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് ബേസിക്. അത് കോമ്പറ്റീഷൻ കാരണമല്ല, നമ്മൾ തന്നെ ഒരു പുതിയ കാര്യം ഐഡന്റിഫൈ ചെയ്യാം. അങ്ങനെ വരുന്ന കോസ്റ്റ് ആണെങ്കിൽ we will charge it as
ഫാക്ടറി ഓവർ ഹെഡ്. അപ്ലൈഡ് റിസർച്ച് പറഞ്ഞതാണ് ഓൾറെഡി ആളുകളൊക്കെ അഡോപ്റ്റ് ചെയ്തു, നമ്മളും കൂടി ആ കറന്റ് സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചിന്റെ ആണെങ്കിൽ അത് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിന് വരുന്ന മോഡിഫിക്കേഷൻ ആണെങ്കിൽ വി വിൽ ട്രീറ്റഡ് ആസ് ഫാക്ടറി ഓവർ ഹെഡ്. അതല്ല പുതിയ പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയ മെത്തേഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വി വിൽ റിട്ടേൺ ഓഫ് ഇറ്റ് ഓവർ ഫ്യൂച്ചർ പീരീഡ്. ഇനി ഒരു കസ്റ്റമർക്ക് വേണ്ടി ഇൻകർ ചെയ്തതാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളത് ആ സ്പെസിഫിക് കസ്റ്റമർക്ക് ചാർജ് ചെയ്യും. ഡെവലപ്മെന്റ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, റിസർച്ച് കോസ്റ്റ് പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രൊമോട്ടേഴ്സിന് ഇൻകർ ചെയ്ത കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിലിമിനറി എക്സ്പെൻസ് എന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വി വിൽ നോട്ട് കൺസിഡർ, വി വിൽ റിട്ടേൺ ഓഫ് ഇറ്റ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. റെക്ടിഫിക്കേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫക്റ്റീവ് പ്രൊഡക്റ്റുകളെ എന്താണ് റീവർക്ക് ചെയ്തിട്ട് അത് സെയിലബിൾ ഫോമിൽ ആക്കാൻ വേണ്ടിയിട്ട് ഇൻകർ ചെയ്യുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെക്ടിഫിക്കേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ റെക്ടിഫിക്കേഷൻ കോസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ നോർമലാണ്, സാധാരണ ഇൻകർ ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അത് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ജോബ് കാരണമാണ്, ഈ പ്രോസസ്സ് കാരണമാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വി വിൽ ചാർജ് ഇറ്റ് ടു പർട്ടിക്കുലർ ജോബ് ഓർ ഡിപ്പാർട്ട്മെന്റ്. അതല്ല നമുക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ഇറ്റ് ഈസ് നോർമൽ, ഇത് സാധാരണയാണെങ്കിൽ വി വിൽ ചാർജ് ഇറ്റ് ആസ് ജനറൽ ഓവർ ഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ്. അതല്ല ഈ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ അബ്നോർമൽ നേച്ചർ ആണ്, അതായത് അബ്നോർമൽ റീസൺ കാരണമാണ്, ഓർഗനൈസേഷന്റെ കൺട്രോളിന് അപ്പുറത്ത് വരുന്ന കാരണം കാരണമാണ്. ഇപ്പൊ റോ മെറ്റീരിയലിൽ ഉണ്ടായ ക്വാളിറ്റി കുറവ്, അല്ലെങ്കിൽ എന്താണ് മെഷീൻ ബ്രേക്സ് ഡൗൺസ്, സ്ട്രൈക്ക്, ലോക്ക്ഔട്ട്, അങ്ങനെയുള്ള കാരണമാണ് ചാർജ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കുക. ഡൗട്ട് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, സിമ്പിൾ ആണ്, തിയറി ചാപ്റ്റർ ആണ്, വായിക്കണം. ചിലപ്പോൾ എസ് ഒക്കെ ചോദിക്കാം, ട്രീറ്റ്മെന്റ് ഓഫ് സം സ്പെഷ്യൽ ഐറ്റംസ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. താങ്ക് യു.